മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. ഏറ്റെടുത്ത ഭൂമി മന്ത്രി വി. അബ്ദുറഹ്മാന്റെ ബന്ധുക്കളുടേതും CPM നേതാവായ ഗഫൂർ പി. ലില്ലിസിന്റേതുമാണെന്നാണ് ആരോപണം. സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലിന് പങ്കുണ്ടെന്നും ഫിറോസ് ആരോപിച്ചു. തനിക്കെതിരെ തെളിവുകളുണ്ടെങ്കിൽ ഫിറോസ് പുറത്തുവിടണമെന്ന് KT ജലീൽ വെല്ലുവിളിച്ചു. തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് സംസ്ഥാന സർക്കാർ വാങ്ങിയ 11.5 ഏക്കർ ഭൂമി ഇടപാടിൽ വൻ തട്ടിപ്പ് നടന്നുവെന്നാണ് ഫിറോസിന്റെ ആരോപണം. ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മറ്റു വ്യക്തികളിൽ നിന്ന് സെന്റിന് 35,000 രൂപയ്ക്ക് CPM നേതാക്കളും മന്ത്രി അബ്ദുറഹ്മാന്റെ ബന്ധുക്കളും ഭൂമി വാങ്ങി. ഇവരിൽ നിന്ന് 4 ഇരട്ടി തുകയ്ക്കാണ് സർക്കാർ ഭൂമി വാങ്ങിയത് എന്നും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ KT ജലീലിന്റെ അറിവോടെയാണ് തട്ടിപ്പെന്നുമാണ് ഫിറോസിന്റെ ആരോപണം. ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ KT ജലീലിന്റെ താൽപര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ KT ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇതിന് പിന്നാലെ ഫിറോസിനെ വെല്ലുവിളിച്ച് KT ജലീലും രംഗത്തെത്തി. ഭൂമി ഇടപാടിൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണം. 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചതെന്നും ജലീൽ. ഓക്കെ, തെളിവുകൾ പുറത്തുവിടട്ടെ, ഞാൻ അതിനെ 100 വട്ടം സ്വാഗതം ചെയ്യുന്നു. മന്ത്രിക്ക് എന്ത് പണിയാണ് ഈ സ്ഥലം ഏറ്റെടുക്കലൊക്കെ? അതൊക്കെ കളക്ടർമാരല്ലേ ചെയ്യാ. ഇരിക്ക പറമ്പ് കച്ചവടത്തിന് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പെന്നെ ചെയ്യാം. അതൊക്കെ ഫിറോസിന്റെ നേതാക്കന്മാർക്കുമാണ് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാട് മുമ്പുള്ളത്, ഇപ്പോഴുള്ളത്. ജോലിയിലും ബിസിനസിലും താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഫിറോസ് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഫിറോസിനെതിരെ ആദായ നികുതി വകുപ്പിനും വിജിലൻസിനും പരാതി നൽകിയെന്നും ജലീൽ പറഞ്ഞു. ഫിറോസും ജലീലുമായുള്ള തർക്കം ഗൌരവമുള്ളതല്ല എന്നും അത് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്നുമായിരുന്നു KM ഷാജിയുടെ പ്രതികരണം. എനിക്കത് മറുപടി പറയേണ്ടതും കേരളത്തിലെ സമീപകാല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കത് ഗൗരവമുണ്ടെന്ന് തോന്നുന്നുകൊണ്ട് എനിക്ക് തോന്നിക്കൊള്ളുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 മലപ്പുറം.